ശരത്ത് ഓടി വന്ന് മുത്തശ്ശിയോട് എരിവും പുളിയും കൂട്ടി കുറച്ച് കടുപ്പിച്ച് തന്നെ മനോഹരനെ കുറിച്ച് പറയട്ടോ. അപ്പോൾ മനോഹരനെ കുറിച്ച് പറയുന്ന ആ സമയത്ത് അവിടേക്ക് പാർവതിയും ദേവികയും വരികയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താണ് ശരത് മോനെ, എന്താണ് മനോഹരന് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും പാർവതിയും ദേവികയും ഒക്കെ അതിശയിച്ചു പോവുകയാണ്. എന്താണ് കാരണം എന്ന് പാർവതി ചോദിക്കുമ്പോൾ അത് ഒരു നാറ്റ കേസാണെന്ന് പറയാണ്. എന്താണെങ്കിലും കാര്യം പറ എന്ന് പറയുമ്പോൾ അച്ഛൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് എന്ന് പറയട്ടെ. അപ്പോൾ പാർവതി പറയണേ, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. മനോഹരേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇത്രയും കാലമായില്ലേ, ഇതുവരെയും മനോഹരേട്ടൻ കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ അമ്മേ, അച്ഛൻ്റെ മനസ്സ് മാറാൻ ഒരു നിമിഷം മതിയല്ലോ, അതായിരിക്കും അച്ഛൻ കള്ളു കുടിച്ചത് എന്ന് പറയുമ്പോൾ ദേവിക തറപ്പിച്ച് പറഞ്ഞു, ഇല്ല, ഒരിക്കലും അച്ഛൻ കള്ളു കുടിക്കില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഓ, നീ വെറുതെ ടിസ്റ്റ് കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട, ഒരു ചതിയുമില്ല. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു, പോരാത്തതിന് അച്ഛനുണ്ടായിരുന്ന ജോലിയും പോയി. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിലും ഇറക്കി വിടാൻ പറ്റുന്ന കേസല്ലേ ഇത്. മുത്തശ്ശി പറയണ്, അടുത്ത നാണക്കേടിന് വകയായി എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി ചോദിക്കാൻ, അല്ല എന്നിട്ട് മനോഹരേട്ടൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സിദ്ധുവിനെ വിളിച്ച് കാര്യം പറയാൻ വേണ്ടി ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കാൻ, എടി എവിടേക്കാടി നീ ഫോൺ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് സിദ്ധുവിനെ വിളിച്ച് കാര്യം പറയാനാണ്. അപ്പോൾ പാർവതി, എന്തിന് അവനെ വിളിച്ചറിയിക്കണം, അവൻ എന്താ ഈ വീട്ടിലെ മരുമകനാണോ? അപ്പോൾ ശരത്ത് പറയാണ്, ഓ സണ്ണില്ലോ വിത്തിലോ ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ ദേവിക പറയണത്, ദേ ശരത്തെ അനാവശ്യം പറയരുത്. അപ്പോൾ മുത്തശ്ശി, എന്ത് അനാവശ്യമാടി എന്ന് പറയുമ്പോൾ പാർവതി പറയാണ്, ഇവിടുത്തെ കാര്യമൊന്നും നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കണ്ട. ദേവിക പറയണ, അച്ഛൻ ഒരിക്കലും മദ്യപിക്കില്ല, ഇത്രയും സങ്കടം അച്ഛൻ ഉണ്ടായിട്ട് പോലും അച്ഛൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണ, അത് ശരിയാണ്, അതിന് ആരാണ് കുട പിടിച്ചത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. രാവിലെ അച്ഛൻ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വെള്ളത്തിൽ കുറച്ച് ഓർക്ക മിക്സ് ചെയ്താൽ പോരെ. ദേവിക പറയണ, നീ ഇത് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നീ എന്നെയാണ് ഉദ്ദേശിച്ചതും എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരത്ത്, പണി പാലും വെള്ളത്തിൽ കിട്ടി നാട്ടുകാർ മൊത്തത്തിൽ അറിയുകയും ചെയ്തു, അച്ഛൻ്റെ ലൈസൻസും കട്ടാക്കി, ഇനിയിപ്പോൾ അച്ഛന് ഈശ്വരൻ തന്നെ കാക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു അർത്ഥം വെച്ച് സംസാരിച്ചിട്ട് ശരത്ത് പോവാട്ടോ. പിന്നീട് ചന്ദ്രലേഖ പ്രേമയോട് കാര്യം പറയട്ടോ. അത് കേട്ടപ്പോൾ പ്രമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ആ ദേവികയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണ, ആ മനോഹരൻ്റെ ലൈസൻസും കട്ടാക്കി എന്ന് പറയട്ടോ. അപ്പോൾ പ്രേമ പറയണ, മോൾക്ക് ഇതൊക്കെ നല്ല കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ടല്ലോ, ഇതിനായിരിക്കും ശരത്ത് എന്നെ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, എനിക്കപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല, എന്തായാലും ഇതറിയുമ്പോൾ സിദ്ധുവിൻ്റെ മുഖമൊന്ന് എനിക്ക് കാണണം, അങ്ങനെ തന്നെ വേണം, എന്തായാലും ഈ കാര്യം ഞാൻ ഇവിടുത്തെ ഉള്ളവരോടൊക്കെ ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പ്രേമ അച്ഛനെയും രംഗനെയും ഒക്കെ വിളിക്കാട്ടോ. അപ്പോൾ രംഗനും അച്ഛനും സിദ്ധു ഒക്കെ അവിടേക്ക് വരികയാണ്. ആ പ്രേമേ, നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ രംഗം പറയണ, ആ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് സന്തോഷം. അതെ, ദുരന്തം തന്നെയാണ്, പക്ഷേ അത് വേറെ എവിടെയൊന്നുമല്ല, ശ്രുതിയുടെ വീട്ടിൽ ആ മനോഹരനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ലൈസൻസും കട്ടാക്കി എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ സിദ്ധുവിനൊക്കെ വിഷമാവുകയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊരു നാറ്റക്കേസ് തന്നെയാണ്, കള്ളു കുടിച്ച് കാർ ഓടിച്ച് അറിയാത്ത കൊച്ചുണ്ടല്ലോ അവരുടെ വീട്ടിൽ, അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സാം കാലത്ത് മനോഹരൻ ഒരു ട്രാവൽ ഏജൻസിയിൽ കാർ ഓടിക്കാൻ പോയിരുന്നു, ഇപ്പൊ ആ ജോലിയും പോയി കിട്ടി, ഇപ്പോൾ അവരൊക്കെ എങ്ങനെ ജീവിക്കും, ലൈസൻസ് ഒക്കെ കട്ടാക്കിയില്ലേ. ആ ദേവികയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത്, ലോകത്തിലെ ഏറ്റവും നല്ല അമ്മായിയപ്പനാണെന്നല്ലേ അവളുടെ വെപ്പ്, എനിക്ക് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് സന്തോഷം എന്ന് പറയട്ടോ. എന്നിട്ട് ചന്ദ്രലേഖ അവിടെ നിന്നും പോവുകയാണ്. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ സിദ്ധുവിന് ഒരു ചെറിയ സംശയം വരട്ടോ. അങ്ങനെ ചന്ദ്രലേഖ അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ്. ചന്ദ്രലേഖ നടേശനെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കാൻ കേട്ടോ. എൻ്റെ അച്ഛൻ ഒരു ഹീറോ തന്നെയാണ്, അവൾക്ക് അങ്ങനെ വേണം, ഒരു നല്ല തിരിച്ചടി തന്നെയാണ് എൻ്റെ അച്ഛൻ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഫോൺ വെക്കാൻ കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം ചന്ദ്രലേഖ അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സിദ്ധുവിനെ കണ്ടതോടുകൂടി ചന്ദ്രലേഖ അങ്ങ് പതറുകയാണ്. എന്നിട്ട് സിദ്ധു ഇടത്തേക്ക് വരാമെന്ന് കണ്ടപ്പോൾ ചന്ദ്രലേഖ പറയണ, അത് അച്ഛനായിരുന്നു, അച്ഛനോട് പറയായിരുന്നു ആ സുധിയേട്ടൻ്റെ കുടുംബത്തിനോട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സിദ്ധുവിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് സിദ്ധു ചന്ദ്രലേഖയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയതോടുകൂടി ചന്ദ്രലേഖ കൈ തടയുകയാണ്. പേടിയോടുകൂടി ചന്ദ്രലേഖ തടയാട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെയും പോലീസ് ബുദ്ധി എൻ്റെ മുന്നിൽ ചെലവാകില്ല, എനിക്കറിയാം നിങ്ങളാണ് ഇതിൻ്റെ പിറകിലെന്ന് മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ സിദ്ധു സംസാരിച്ചത്. അപ്പോഴത്തേക്കും പ്രേമ അവിടേക്ക് വരികയാണ്. എന്താണ് സിദ്ധു ഇവിടെ ഒരു ബഹളം, നീ എന്താ ചന്ദ്രമോളെ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി
തോന്നിയതേ ഉള്ളൂ, പക്ഷെ അടുത്ത തവണ ഞാൻ അടിക്കുക തന്നെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ സിദ്ധു അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് സിദ്ധു വിഷമിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ദേവികയാണെങ്കിലോ സുധിയുടെ ചിതാഭസ്മത്തിൻ്റെ മുന്നിൽ വെച്ച് കരയുകയാണ്. എന്നിട്ട് അച്ഛൻ എവിടെ ഉണ്ടെങ്കിലും സുധിയേട്ട ഒന്ന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോഴാണ് സിദ്ധു വിളിക്കുന്നത്. എന്നിട്ട് ദേവിക ഫോൺ എടുക്കാൻ കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നമ്മുടെ അച്ഛനെ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സിദ്ധു പറയുമ്പോൾ അച്ഛൻ ഇപ്പോൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവാ സിദ്ധു എന്ന് പറയട്ടോ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുവരാം. അച്ഛൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് ദേവിക പറയുമ്പോൾ നീ സമാധാനപ്പെട്, ഞാൻ അച്ഛനെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം മനോഹരന് ഫോൺ വിളിക്കാൻ കേട്ടോ സിദ്ധു. എന്നിട്ട് അച്ഛൻ എവിടെയാണെങ്കിലും എന്നോട് പറ എന്ന് പറഞ്ഞ ശേഷം കാര്യങ്ങൾ പറയാണ്. അങ്ങനെ സിദ്ധു നേരെ മനോഹരൻ്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാൻ. അങ്ങനെ സിദ്ധു ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടി കാറിൻ്റെ കീ എടുത്ത് പോകുന്ന സമയത്ത് പ്രേം അവിടേക്ക് വരികയാണ്. എടാ നീ എവിടെ പോവാടാ എന്ന് ചോദിക്കുമ്പോൾ നരകത്തിലേക്കാണ്, എന്താ വരുന്നോ എന്ന് ചോദിക്കട്ടോ. അപ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ കൈ പിടിച്ച് പ്രേമ തടയാണ്. എന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കട്ടോ. അപ്പോൾ അച്ഛനും രംഗനും അവിടേക്ക് വരികയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ, മനോഹരൻ ഉണ്ടാക്കി വെച്ച വള്ളിക്കെട്ടിൽ പോയി തലയിടാനാണ് ഇവൻ പോകുന്നത്, ഇവനെ പോവാൻ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയണം എന്ന് സിദ്ധു പറയട്ടോ. അപ്പോൾ രംഗം പറയണം അത് ശരിയാണ്, കൊടും ചതിയാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രേമ പറയണ ഒരു സത്യാവസ്ഥയും കണ്ടുപിടിക്കേണ്ട, ഇവിടെ നിന്ന് ഇവൻ പോവില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങ് ദേഷ്യപ്പെടാൻ കേട്ടോ. രംഗം പറഞ്ഞതിലും കാര്യമുണ്ട്, മനോഹരൻ അത്രക്കാരനല്ല, അയാൾ ഒരു പാവമാണ്, ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ മതിയാവും. പ്രേമ പറയണേ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടോ. അപ്പോൾ അത് ചേച്ചിക്ക് എന്തിൻ്റെ കേടാണെന്ന് പറയുമ്പോൾ നീ ഇവിടെ നിന്നും പോവില്ല, നീ എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതോ ഞാനൊരു മകൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്, സുധിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഓ പ്രേമ അങ്ങ് പ്രാകുകയാണ് കേട്ടോ. ഓ ഒരു മുടിഞ്ഞ ഹൃദയം, ഒരു ഗതി കിട്ടാത്ത ആത്മാവും എന്നങ്ങ് പറഞ്ഞതോടുകൂടി രംഗൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പ്രേമയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. നിർത്തടി, നീ ഇനി ഒരക്ഷരം മിണ്ടി പോവരുത് എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ നിങ്ങൾ എന്നെ അടിച്ചുവല്ലേ എന്ന് പറയട്ടോ. ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ ഇനിയും കിട്ടും നിനക്ക് എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് രംഗൻ അങ്ങ് പരിസരം മറന്നിട്ടാണ് പ്രേമയെ അടിക്കുന്നത്. അപ്പോൾ രംഗൻ അച്ഛൻ്റെയും സിദ്ധുവിൻ്റെയും മുന്നിൽ വെച്ച് അടിച്ചപ്പോൾ രംഗൻ അതൊരു വിഷമാവാൻ കേട്ടോ. എന്നിട്ട് അച്ഛ എന്ന് സോറി എന്നുള്ള രീതിയിൽ പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അച്ഛൻ പറയാണ് വളരെ മോശമായി എന്ന് പറയട്ടോ. അപ്പോൾ അത് അടിച്ചതിനെ കുറിച്ചാവും എന്ന് കരുതാണ്. അപ്പോൾ എന്നിട്ട് പറയണേ നീ ഈ അടി ആദ്യമേ കൊടുക്കേണ്ടതായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രേമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പ്രേമ പറഞ്ഞു ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രലേഖയും പുറകെ പോവാണ്. എന്നിട്ട് അച്ഛൻ പറയാണ് സിദ്ധു നീ എത്രയും പെട്ടെന്ന് മനോഹരൻ എവിടെയാണെങ്കിലും നീ കണ്ടുപിടിച്ച് അവരെ വീട്ടിലേക്ക് ആക്കി കൊടുക്ക്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സിദ്ധുവിനെ പറഞ്ഞയക്കാണ്. അതിൻ്റെ ശേഷം അച്ഛൻ രംഗനുമായി സംസാരിക്കുകയാണ്. അപ്പോൾ രംഗം പറയണേ ഇത് ഒരു വലിയ ചതി തന്നെയാണ് അച്ഛ നടന്നത്, ഇതിനൊക്കെ പിറകിൽ ആ നടേശൻ തന്നെയാണ്, അയാളെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, അയാളൊരു വൃത്തികെട്ടവൻ തന്നെയാണ്, അയാളിപ്പോൾ പഴയ ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് ഓരോ ബിസിനസ്സും ചെയ്തിട്ടുള്ളത്, അയാളിനേക്കാളും വലിയ കുരുട്ടുബുദ്ധിയാണെന്ന് തോന്നുന്നു ഈ ചന്ദ്രലേഖയ്ക്ക്. ഇനിയിപ്പോൾ ചന്ദ്രലേഖ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണാവോ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ രംഗം പറയുന്ന സമയത്ത് അച്ഛന് തന്നെ പേടിയാവാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ പറയണ നമ്മളിപ്പോൾ വല്ലാത്തൊരു കുരുക്കിലാണല്ലോ പെട്ടിരിക്കുന്നത് രംഗ എന്ന് പറയുമ്പോൾ ഇതിന് ആ ദേവിക ഒന്ന് സ്റ്റേണായി നിൽക്കുകയായിരുന്നിൽ സിദ്ധുവുമായിട്ട് അവരുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് പിന്നെ സിദ്ധു പോകുന്ന സമയത്ത് ദേവിക വിളിക്കുകയാണ് എന്തായി അച്ഛനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് അച്ഛനെ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന് പറയുമ്പോൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് അയച്ചാൽ മതി സിദ്ധു എന്ന് പറയട്ടെ. എന്തിനാണ് ടാക്സി, ഞാൻ തന്നെ അച്ഛനുമായിട്ട് അവിടേക്ക് വരാം, ഞാൻ അവിടെ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്നാണ് ഇപ്പോൾ എനിക്ക്, പക്ഷേ ഞാൻ അതൊന്നും നോക്കുന്നില്ല ദേവിക, ഞാൻ അവിടേക്ക് വരാം, വീട്ടിലിപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോൾ ദേവിക പറഞ്ഞു അയ്യോ ഞാൻ കാരണം എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, എൻ്റെ കൂടെ അച്ഛനും അളിയനും നിന്നു, അതുകൊണ്ടൊന്നും കാര്യമാക്കണ്ട, പ്രേമേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, അതിൻ്റെ പേര് പിന്നെ അങ്ങ് തൂങ്ങിക്കോളല്ലോ, അതൊന്നും കാര്യമാക്കണം, ഞാൻ അച്ഛനുമായിട്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ വെക്കണം.